ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് യൂണിറ്റ് 3 ക്ലൗഡ് 9 എന്ന പാഠഭാഗത്തെ മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ് നോക്കാം. Have you had been on a tour with your classmate, friends or family? Yes. What make a tour jolly and interesting? ഒരു ടൂർ ജോളി ഇൻട്രസ്റ്റിംഗ് ആവുന്നപ്പോഴൊക്കെയാണ് എ ടൂർ ക്യാൻ ബി മെയ്ഡ് ജോയ്ഫുൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് വെൻ ഇറ്റ് വാസ് ആൻ അഡ്വഞ്ചറസ് ആൻഡ് എക്സൈറ്റിംഗ് ആക്ടിവിറ്റീസ് ഗെയിം ആൻഡ് അതർ ചാലഞ്ചിങ് ആക്ടിവിറ്റീസ് മേക്ക് us ഫീൽ ദാറ്റ് വി ആർ പാർട്ട് ഓഫ് ദ അഡ്വഞ്ചർ. A knowledgeable and fun-loving guide can share with us lot of interesting facts and stories about the place we visit. Okay. The next question. Have you taken photograph on such occasions? Yes. ഇനി why do we take photograph? നമ്മൾ എന്തിനാ ഫോട്ടോ എടുക്കുന്നത്? ഫോട്ടോ ക്യാൻ ബി ക്യാപ്ചർ മൊമെൻറ്റ് ഓഫ് ബ്യൂട്ടി ആൻഡ് പെർസീവ് പാസ്റ്റ് മെമ്മറീസ്. ദ എനേബിൾ ആസ് ടു ലുക്ക് ബാക്ക് ആൻഡ് റീകോൾ ദ ഫൺ ഫിൽഡ് ടൈംസ് ഓഫ് the past. It is like keeping a special picture album in our mind. The picture can then help us relive the happiness and excitement that we experienced in the past. Okay. Have you ever read a description of a picnic or journey? Yes. Any question answers നോക്കാം. What made her mothers let Toto Jan go for the trip? ടോട്ടോജാനെ ട്രിപ്പിന് പോകാൻ അനുവദിക്കാൻ അമ്മയെ പ്രേരിപ്പിച്ചത് എന്ത്? ടോട്ടോജാൻ മദർ ഹാഡ് ഓൾറെഡി റിസീവ്ഡ് ദ ഹെഡ് മാസ്റ്റേഴ്സ് ലെറ്റേഴ്സ്, സോ ഷീ മെയ്ഡ് അപ്പ് ഹെർ മൈൻഡ് ടു ലെറ്റ് ടോട്ടോജാൻ ഗോ ഓൺ ദ ട്രിപ്പ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ ചിൽഡ്രൻസ് വെർ അമേസിംഗ്ലി വെൽ ബിഹേവ്ഡ്. വൈ? കുട്ടികളുടെ പെരുമാറ്റം വിസ്മയകരമാം വിധം നന്നായിരുന്നു. എന്തുകൊണ്ട്? ദ ചിൽഡ്രൻസ് വെർ വെൽ ബിഹേവ്ഡ് ബിക്കോസ് ദെയർ സ്കൂൾ ലൈഫ് ഹാഡ് ഇൻസ്റ്റിൽ ഇൻ ദം ദ ബേസിക്സ് ഓഫ് decency and good behavior, such as not bullying others, not littering and not disturbing others. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. വാട്ട് വേർ ദ വാല്യൂ കൾട്ടിവേറ്റഡ് ബൈ ദ സ്റ്റുഡൻസ് അറ്റ് ടോമോ? ടോമോയിൽ കുട്ടികൾ സ്വായത്തമാക്കിയ മൂല്യങ്ങൾ ഏവ? The students at Tomo cultivated values such as being respectful, responsible and considerate to others. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. The hot spring in the sea was most unusual. Why? കടലിലെ ചൂട് നീരുറവ ഏറ്റവും അസാധാരണമായിരുന്നു. എന്തുകൊണ്ട്? The hot spring in the sea was most unusual because it was not enclosed, so there was no line separating it from the rest of the sea. Okay. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. How was the stay at the spa a real life experience at the children? സ്പായിൽ തങ്ങിയ സമയം കുട്ടികൾക്ക് ഒരു യഥാർത്ഥ ജീവിതം അനുഭവമായിരുന്നു. എങ്ങനെയൊക്കെയാണ്? ദ സ്റ്റേ അറ്റ് ദ സ്പാ വാസ് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഫോർ ദ ചിൽഡ്രൻ ബിക്കോസ് ദേ ഗോട്ട് ടു ഡു തിങ്സ് ദേ ഹാഡ് നെവർ ഡൺ ബിഫോർ, സച്ച് ആസ് സ്വിമ്മിങ് ഇൻ ദ സീ ആൻഡ് ടേക്കിംഗ് എ ഹോട്ട് ബാത്ത് ഇൻ എ hot spring. Why did the photo sections take a very long time? ഫോട്ടോ സെക്ഷൻ ദീർഘസമയം എടുക്കാൻ കാരണം എന്താണ്? ദ ഫോട്ടോ സെക്ഷൻസ് ടുക്ക് എ വെരി ലോങ് ടൈം ബിക്കോസ് സം ഓഫ് ദ ചിൽഡ്രൻസ് ഹാഡ് ട്രബിൾ സ്റ്റാൻഡിങ് സ്റ്റിൽ ആൻഡ് വെയിറ്റിംഗ് ഫോർ ദെയർ ടേൺ ആൻഡ് അതർ ഹാഡ് ടു ചേഞ്ച് ദെയർ പോസസ് ഓർ ഈവൻ ചേഞ്ച് ദെയർ shoes. Okay. Totojan never forgot the first summer vacation comment. Totojan never forgot her first summer vacation because it was a special and exciting experience that she cherished forever, with memories that she could look back on whenever she wanted to remember them. Okay. ഇനി ആക്ടിവിറ്റീസ് ആണ്. ആക്ടിവിറ്റീസിൽ ദ ട്രിപ്പ് ലാസ്റ്റഡ് 3 days ആൻഡ് 2 nights അല്ലേ? അപ്പം മേക്ക് എ ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ടോമോ സ്റ്റുഡൻസ് ഡ്യൂറിങ് ദ ട്രിപ്പ്. അപ്പം ടോമോ സ്റ്റുഡൻസ് ആ ട്രിപ്പിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആയിരുന്നു ചെയ്തിരുന്നത്? ഇൻസ്പെക്റ്റഡ് ദ ഡെക്ക് ഓഫ് ദ ഷിപ്പ്, പിന്നെ ടുക്ക് എ ഹോട്ട് ബാത്ത് ഇൻ ദ ഹോട്ട് സ്പ്രിങ്, ടോൾഡ് ഗോസ്റ്റ് സ്റ്റോറി ആൻഡ് നൈറ്റ്, പിന്നെ റാൻ ഡൗൺ ടു ദ ബീച്ച്, സീ ദ വുഡൻ ബോട്ട് അല്ലേ? പിന്നെ എന്താണ്? ഗോട്ട് ദ ഫോട്ടോഗ്രാഫ്സ് ടേക്കൺ വിത്ത് ദ ഹെഡ് മാസ്റ്റർ. ഇനി മേക്ക് എ ലിസ്റ്റ് ഓഫ് യുവർ ആക്ടിവിറ്റീസ് ഡ്യൂറിങ് ദ ടൂർ. എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നിങ്ങളുടെ ടൂറിൽ ചെയ്തതെന്ന് വെച്ചാൽ അത് എഴുതാം. ഓക്കെ. എന്താണ്? വിസിറ്റഡ് ഫേമസ് ലാൻഡ്മാർക്ക് ഓർ ഹിസ്റ്റോറിക്കൽ സൈറ്റ്, took a guided tour on a museum,
or art gallery, went on a hike or nature walk, പിന്നെ enjoyed a meal at the local restaurant, tried to new kinds of food. ഓക്കെ എഴുതാം. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി, റീഅറേഞ്ച് ദ ഫോളോയിങ് ഇവൻറ്റ് ഓൺ ദ ഹോട്ട് സ്പ്രിംഗ് ട്രിപ്പ് ഇൻ ദ കറക്റ്റ് ഓർഡർ. അപ്പോൾ നമ്മൾ ഹോട്ട് സ്പ്രിംഗിലെ ട്രിപ്പിലെ ഇത് കറക്റ്റ് ഓർഡറിലാക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതവിടെ തന്നിട്ടുണ്ട്, എഴുതാം. ഓക്കെ, ഇനി ആ ഓർഡറിലാക്കിയത് നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതാം. ഓക്കെ, ഇനി ഒരു കോൺവെർസേഷനാണ്. മാം മേ ഐ ഗോ ഫോർ ദ ട്രിപ്പ്, ഷീ ആസ്ക്ഡ് hesitantly. വാട്ട് വുഡ് ബി ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മദർ ആൻഡ് ഡോട്ടർ thereafter. ഓക്കെ, അപ്പോൾ അതവിടെ തന്നിട്ടുണ്ട്, എഴുതാം. ഇനി അടുത്തത്, ടോട്ടോജാൻ ഹാഡ് എ ഇൻറ്റൻസ് ഡിസയർ ടു ജോയിൻ ദ സ്കൂൾ ടൂർ ഓൺ ദ ഹോട്ട് സ്പ്രിംഗ്. ഷീ കെയിം ടു ഹോം ഫ്രം സ്കൂൾ വൺ ഡേ ആൻഡ് ആസ്ക്ഡ് ഹെർ മദർ മേ ഐ ഗോ ഫോർ ദ ട്രിപ്പ്. അപ്പോൾ ഹാവ് യു ഹാഡ് സച്ച് ആൻ എക്സ്പീരിയൻസ് സീക്കിംഗ് പെർമിഷൻ ഫ്രം അവർ പാരൻസ്, ടീച്ചർ, ഫ്രണ്ട്സ് ടു ഗെറ്റ് ഓർ ഡു സംതിങ്? ഹൗ ഡു സീക്ക് പെർമിഷൻ ഇൻ ഡിഫറെൻറ്റ് വേസ് ഇൻസ്റ്റെഡ് ഓഫ് മേ ഐ? എന്താണ് എക്സ്പ്രഷൻ like can I, shall I, are also used. Okay, അപ്പോൾ അവിടെ തന്നിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ടീച്ചർ, മേ ഐ കം ഇൻ? മേ ഐ ടേക്ക് ദിസ് ബോട്ടിൽ ഓഫ് വാട്ടർ പ്ലീസ്? എക്സ്ക്യൂസ് മീ, മേ ഐ ഗോ ഔട്ട്? ഐ ആം അഫ്രേഡ് യു ക്യാൻ നൗ. അപ്പോൾ ക്യാൻ ഐ യൂസ് യുവർ കമ്പ്യൂട്ടർ? ഐ ആം സോറി മൈ വർക്ക് ഈസ് നോട്ട് യെറ്റ് ഫിനിഷ്ഡ്. അപ്പോൾ അവിടെ കോൺവെർസേഷൻ വായിച്ചില്ലേ. പിന്നെ ദർ ആർ വേരിയസ് വേ ടു ഗീവ് ഐ റിഫ്യൂസ് പെർമിഷൻ, ഫൈൻഡ് ഔട്ട് ദ മോർ. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ യെസ് യു മേ, ഗോ ഹെഡ്, ഇറ്റ്സ് നോട്ട് പോസിബിൾ, നോ യു ആർ, നോ യു മേ നോട്ട്. ഓക്കെ, ഇനി ഇമാജിൻ ദാറ്റ് യു ആർ എൻ ഫെസ്റ്റിവൽ, വാട്ടർ തീം പാർക്ക്, എക്സിബിഷൻ ഗ്രൗണ്ട്, യു മെറ്റ് യുവർ ഫ്രണ്ട്സ് ദർ. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ടേബിൾ, സീക്കിംഗ് പെർമിഷൻ ഫ്രം ഹൂം, റെസ്പോൺസ്. ഓക്കെ, അവിടെ തന്നിട്ടുണ്ട്. ഇനി അടുത്തത്, ക്യാൻ യു സീക്ക് പെർമിഷൻ മോർ പൊളൈറ്റ്ലി യൂസിങ് പ്ലീസ്? പൊളൈറ്റ്ലി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്ലീസ് യൂസ് ചെയ്യണം. ക്യാൻ ഐ യൂസ് യുവർ മൊബൈൽ ഫോൺ പ്ലീസ്? ഫ്രണ്ടിനോട് ചോദിക്കുക, അപ്പോൾ ഷുവർ യു ക്യാൻ. അപ്പോൾ അവിടെ അങ്ങനെ പ്ലീസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇനി റീഡ് ദ പാരഗ്രാഫ് ചെയ്യാം. എന്താണ്, ഹൗ അബൌട്ട് ദ സുവനിയർ ഫോട്ടോഗ്രാഫ് ആസ്ക്ഡ് ദ ഹെഡ് മാസ്റ്റേഴ്സ് വെൻ ദേ വർ ഗെറ്റിംഗ് റെഡി ടു ലീവ്. They had never had a photograph taken of all of them together and the children were excited at the idea. അപ്പോൾ excited students of pushed themselves before the photo section. അപ്പോൾ can you imagine and write some of the things may have done. അപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇമാജിൻ ചെയ്ത് എഴുതാം. ഓക്കെ, അതിൽ കഥയിൽ എന്തായിരുന്നു, ഫോട്ടോ എടുക്കാൻ താമസം എന്തായിരുന്നു? സ്റ്റുഡൻസ് ഹാഡ് ഗോൺ ടു ദ ടോയ്ലറ്റ്. പിന്നെ എന്താണ്, സം ഓഫ് ദി സ്റ്റുഡൻസ് കോംഡ് ദെയർ ഹെയർ. ബാക്കി അവിടെ തന്നിട്ടുണ്ട്, എഴുതാം. ഓക്കെ, ഓക്കെ, ഇനി അടുത്ത് നോക്കാം, അത് എഴുതാം. ഇനി ടോട്ടോജാൻ വാസ് എക്സൈറ്റഡ് ഓൺ ഓഫ് ദ ടൂർ, ഷീ വുഡ് സ്ലീപ്പ് വെൽ. അപ്പം വാട്ട് വുഡ് വി ഹാവ് ദർ തോട്ട് ബി ഫീലിംഗ് ദ ബ്ലാങ്ക്സ് ഓഫ് അപ്രോപ്രിയേറ്റ് വേർഡ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഫീലിങ്സ് അവൾക്ക് ഉണ്ടായിട്ടുണ്ടാവും? എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും, വെറി ഉണ്ടാവും അല്ലേ. ഇനി റൈറ്റ് ദ തോട്ട് ഫ്ലാഷ്ഡ് ത്രൂ ഹെർ മൈൻഡ്. അപ്പോൾ താങ്ക്സ് മാം, യു ആർ സച്ച് എ ലവ്ലി മാം ടു സെൻഡ് മീ ഫോർ ദ ട്രിപ്പ്. വാട്ട് വുഡ് ബി ദ ട്രിപ്പ് ലൈക്ക്? ഇപ്പോൾ വാട്ട് സ്പെഷ്യൽ ഫുഡ് വിൽ മൈ ഫ്രണ്ട്സ് ബ്രിങ്? ബാക്കി എഴുതുക തോട്ടായിട്ട്, അതവിടെ തന്നിട്ടുണ്ട്. ഇനി ടോട്ടോജാൻ നെവർ ഫോർഗോട്ട് ദ ഫസ്റ്റ് ഹാപ്പി സമ്മർ വെക്കേഷൻ. മേക്ക് ആൻ എൻട്രി ഇൻ ടോട്ടോജാൻ ഡയറി. ഇമാജിൻ യുവർ സെൽഫ് ടു ബി ടോട്ടോജാൻ. ഓക്കെ, അതവിടെ തന്നിട്ടുണ്ട്, എഴുതാം, ഡേറ്റ് എഴുതാം, ബാക്കി എഴുതാം. ഓക്കെ, ഇനി റീഡ് ചെയ്യുക, ഈ കോൺവെർസേഷൻ റീഡ് ചെയ്യുക. ഗസൽ എന്താ, വാട്ട് ആർ യു ഡൂയിങ് ദർ?
അപ്പോൾ ഗാന എന്താ പറയുക? ഐ ആം വാച്ചിങ് എ മൂവി. ഗസൽ എന്താ? വാട്ട് അബൌട്ട് യുവർ ഫ്രണ്ട്സ് ബ്രദേഴ്സ്. അപ്പോൾ ഗാന പറയാം ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. ഗസൽ ഈസ് യുവർ സിസ്റ്റർ ദെൻ വിത്ത് ദം. അപ്പോൾ ഗാന നോ ഷീ ഈസ് ഡൂയിങ് ഹെർ ഹോംവർക്ക്. അപ്പം ഇൻ ഓൾ ദീസ് സെൻറ്റൻസ് സം ആക്ഷൻസ് ആർ ഇൻ പ്രോഗ്രസ് അല്ലേ? ഓക്കെ, അങ്ങനെ കമ്പയർ ദ റെസ്പോൺസ് ഇൻ ദ above conversation with the one given in bold letters in the following paragraph. Now then, said the headmaster when they had all assembled to start the trip, we are traveling by train and by ship. What I don't want any of you to get lost. Do you understand? All right, off we go. അപ്പോൾ ഹിയർ ആർ 2 more sentences of the same type അല്ലേ? The Prime Minister is coming tomorrow. My friends is getting married next month. അപ്പം in the above sentence ing is used to talk about the something that is planned for the future. അപ്പം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് നമ്മൾ സാധാരണയായിട്ട് എന്ത് ഉപയോഗിക്കുക? ടെൻസ് ഉപയോഗിക്കുക, സാധാരണ ഉപയോഗിക്കുന്നത് അല്ലേ? ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്യുകയാണ് എന്നീ രീതിയിലാണ് ക്രിയ വരിക. അപ്പം ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. ഞാൻ ഒരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു. വി ആർ റൈറ്റിംഗ് ലെറ്റേഴ്സ്. നമ്മൾ കത്തുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. ദേ ആർ റൈറ്റിംഗ് ലെറ്റേഴ്സ്. അവർ കത്തുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. അവൾ ഒരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, ഇത് ഈ ടെൻസ് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇനി ഇതിൻ്റെ ഒരു ക്ലാസ് ടീച്ചർ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി ലുക്ക് അറ്റ് ദിസ് കോൺവെർസേഷൻ. ഇതിൻ്റെ കോൺവെർസേഷൻ നോക്കാം. ഇനി മെൻഷൻ സം ഓഫ് ദ തിങ്സ് ഈസ് പ്ലാൻ ടു ഡ്യൂറിങ് ദ നെക്സ്റ്റ് വെക്കേഷൻ. അപ്പോൾ എന്തൊക്കെയാണ് അതവിടെ തന്നിട്ടുണ്ട് അല്ലേ? എഴുതാം. ഇനി റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ആൻഡ് അനലൈസ് ദ യൂസിങ് ഓഫ് ബോൾഡ് ലെറ്റേഴ്സ്. അപ്പം എന്താ ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതിയത് വായിച്ചാൽ നോക്കാം. പിന്നെ എന്താണ് സിറ്റുവേഷൻസ് എഴുതാം, റെസ്പോൺസ്, യൂസ്. ഓക്കെ, അതവിടെ തന്നിട്ടുണ്ട്, എഴുതാം. ഈ ആക്ടിവിറ്റി 10 റീഡ് ദ ഫോളോയിങ് പ്രൊഫൈലിൽ it also be given the paragraph below. Fill in the blanks with the appropriate words from the options given below. അപ്പോൾ അവിടെ തന്നിട്ടുണ്ട്, എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. തന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ബുക്കിലേക്ക് എഴുതിയെടുക്കുക, നന്നായിട്ട് പഠിക്കുക. ടീച്ചറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടീച്ചർ ഇതിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും പോയി കാണുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.